മണ്ണിനെ എറിഞ്ഞ് പണിയെടുത്ത ഒരു കർഷകൻ, നാടിന് അഭിമാനമായ ഒരു കർഷകൻ, രാജനാരായണൻ സാറിന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. കൃഷി വിശേഷങ്ങളുമായി 2008 യുവ കർഷകൻ അവാർഡ് മുതൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി 2026 സംസ്ഥാന കർഷകോത്തമ അവാർഡ് വരെ എത്തി നിൽക്കുന്ന രാജനാരായണൻ സാറിന്റെ കൃഷി വിശേഷങ്ങളിലേക്ക്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ സാർ. 2026 കർഷകോത്തമ അവാർഡ് കരസ്ഥമാക്കിയ രാജനാരായണൻ സാറാണ് നമുക്കൊപ്പം ഇന്ന് കൂടുന്നത്. 74 ഏക്കറിലാണ് സാർ ഇവിടെ കൃഷി ചെയ്യുന്നത് അല്ലെ? അതിന്റെ വിശേഷങ്ങളൊന്നും നമുക്ക് പങ്കുവെക്കാൻ പറ്റുമോ? എന്തൊക്കെ വിളകളാണ്, പിന്നെ എവിടെയൊക്കെയാണ്? വീടിനോട് ചേർന്ന് ഏകദേശം 17 ഏക്കർ സ്ഥലമാണ് കിടക്കുന്നത്. അതിൽ തെങ്ങ്, കവുങ്ങ്, ജാതി, വാഴ, ഇതാണ് മെയിനായിട്ട് ഈ 17 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. കൂടാതെ ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ ഒരു 3 ഏക്കർ പ്ലോട്ട് ഉണ്ട്. അതിലിപ്പോൾ വാഴ വെട്ടൽ കഴിഞ്ഞു. അടുത്ത വാഴ ഓണത്തിന് മുമ്പ് തന്നെ ഏകദേശം മെയ് മാസത്തോടു കൂടി ഇവിടെ നിന്നിട്ട് തുടങ്ങും. അത് വെട്ട് കഴിഞ്ഞു. ഒരു 3000 വാഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അത് വെട്ട് കഴിയുമ്പോഴേക്കും ഇതിൽ വെട്ട് തുടങ്ങി ഈ പോർഷൻ. ഇത് ഏകദേശം ഒരു സെപ്റ്റംബർ വരെ ഈ നേന്ത്രക്കുളി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വേറെ തൊടിയുണ്ട്. അതിൽ ഗ്രാൻഡ് 9 ആണ് വെച്ചിരിക്കുന്നത്. അത് ഡിസംബർ മുതൽക്ക് അതിങ്ങോട്ട് തുടങ്ങും. അതിങ്ങോട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. ഈ വേനൽക്കാലമാകുമ്പോൾ ഗ്രാൻഡ് 9ഉം ഞാലിപ്പൂവനും കഴിയും. അത് കഴിയുമ്പോഴേക്ക് ഏകദേശം ഫെബ്രുവരി മാർച്ചൊക്കെ ഏകദേശം ആവും. പിന്നെ ഒരു മാസം 1.5 മാസം ഗ്യാപ്പിൽ അടുത്തത് നേന്ത്രവാഴ തന്നെ നമ്മൾ ഇതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ട് എല്ലാ കാലവും വാഴക്കൊലകൾ ഉണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ ഏതൊക്കെയാ വാഴകളല്ലാതെ കവുങ്ങ്, തെങ്ങ്, ജാതി, അങ്ങനെ എല്ലാ കൃഷി, പച്ചക്കറി അതും തുടങ്ങിക്കൊണ്ട് അതിങ്ങനെ ഇന്റർക്രോപ്പായിട്ടാണ് പച്ചക്കറി ചെയ്യണം. നല്ല ബൾക്കായിട്ട് പന്തൽ കൃഷി അങ്ങനെ ഇപ്പോൾ തൽക്കാലം നിർത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കോസ്റ്റ് വൈസ് പന്തലാവുമ്പോൾ നമുക്ക് കോസ്റ്റ് വൈസ് ഒക്കെ കൊടുക്കണം. പിന്നെ മയിലിൻ്റെ ശല്യമാണ് ഏറ്റവും ആക്രമണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ നിർത്തിയിട്ടുള്ളത്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു മേഖലയാണ് അല്ലേ? അതായത് കാട്ടുമൃഗങ്ങളുടെ അത് കർഷകരായിട്ട് പന്നിയുടെ ശല്യം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കണ്ടിട്ട് വേണം ആ പ്ലോട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ. അത് ഫെൻസിങ് ഇട്ടിട്ട് കമ്പിയിലിട്ട് ടൈമർ വെച്ചിട്ട് തനിയെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ വരുന്ന സമയത്ത് ഫെൻസിങ് ഒക്കെ അല്ലാതെ നമ്മൾ മുൻകൂട്ടി കാണാതെ കൃഷി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ട് മാത്രമേ കൃഷി അതിൽ തുടങ്ങുള്ളൂ. അല്ലാതെ പന്നി കുത്തിക്കളഞ്ഞ ശേഷം നമ്മൾ ഫെൻസിങ് ഇട്ട് വന്നാൽ നമുക്ക് കാര്യമില്ല. അത്രയും നമ്മുടെ പണി വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ അഡ്വാൻസ് എന്തൊക്കെയാണ് ആക്രമണം കണ്ടിട്ട് ഫെൻസിങ് ഇട്ടിട്ട് അഡ്വാൻസ് ആയിട്ടാണ് അത് ചെയ്യണത്. വീടിനോട് ചേർന്ന് 17 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. അതിൽ വാഴ, കവുങ്ങ്, തെങ്ങ് എല്ലാം ഉണ്ട് അല്ലെ? ജാതി എല്ലാം ഉണ്ട്. പിന്നെ വീടിന് പുറത്തും ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം ഓരോരോ സൈസായിട്ട് ഇപ്പൊ 3 ഏക്കർ ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ വാഴ വെട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 5 ഏക്കർ ഉണ്ട്. അതിലൊരു 4000 വാഴ മുകളിൽ അതിൽ ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റെപ്പായിട്ട്. പിന്നെ ഒരു 7 ഏക്കർ വേറെ ഉണ്ട്. പിന്നെ ഒരു പാമ്പാടി ഒരു 42 ഏക്കർ ഒറ്റ പ്ലോട്ടായിട്ട്. അതിലൊക്കെ ഈ വിളകൾ തന്നെയാണ്. അതിൽ മെയിനായിട്ട് ഇത് വിളകൾ ഏകദേശം 900 തെങ്ങുണ്ട്. പിന്നെ അതിൽ ജാതി അതിലുണ്ട്. പിന്നെ റബ്ബർ അതിലുണ്ട്. 3 പോർഷനായി. പിന്നെ അതിൽ കൊക്കോ ഉണ്ട്. പിന്നെ അത്രമാത്രമേ അതിലുള്ളൂ. നമുക്ക് വലിയ രീതികൾ ചെറിയ രീതിയിലുള്ള കൃഷി മുമ്പ് ഉണ്ടായിരുന്നതാണ്. പിന്നെ അതങ്ങനെ കാലഘട്ടം ഇങ്ങനെ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറി. പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അറിയാൻ ആഗ്രഹമുള്ള എങ്ങനെയാ കൃഷിയിലേക്ക് തിരിയാനുണ്ടായ ഒരു പ്രചോദനം? ഇതെല്ലാം പറഞ്ഞാൽ അച്ഛൻ മരിച്ച ശേഷമാണ് 7 ഏക്കർ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റെപ്പായിട്ടാണ് പാട്ടത്തിനെടുത്ത് പിന്നെ ആ സ്ഥലം നമ്മൾ മേടിക്കും. സ്റ്റെപ്പായിട്ട് മേടിച്ചിട്ട് നമ്മളത് 17 ഏക്കറായിട്ട് ഈ പ്ലോട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വയസ്സിപ്പോൾ 49. കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം ഇത്രമാത്രം പറ്റില്ല. അപ്പോൾ അതിന് അഡ്വാൻസ് ആയിട്ട് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ കൃഷി രീതികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണിക്കാരുടെ കൂലിയും ആയിട്ട് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഷീനറിയും പിന്നെ നമ്മളിപ്പോൾ 2 കൊല്ലം മുമ്പ് ഓട്ടോമേഷനൊക്കെ അതിൽ തുടങ്ങിയത്. ഓട്ടോമേഷൻ ആകുമ്പോൾ നമുക്ക് ഈ ഓട്ടോമേഷൻ ആകുമ്പോൾ എല്ലാം പുതിയ കൃഷി രീതി ആകുമ്പോൾ നമുക്ക് ജോലി ഭാരം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ സ്ഥലം എടുത്തിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാ ട്രാക്ടറുണ്ട്, ടില്ലറുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. രാജനാരായണൻ സാർ മാത്രമല്ല ഇതിൽ ഒരു സഹോദരൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 സഹോദരന്മാരുണ്ട്. 2 സഹോദരന്മാരിൽ ഒരുത്തനാണ് എൻ്റെ ഒപ്പം ഉണ്ട്. മറ്റവൻ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. ഇവനാണ് അനിയ രാമേന്ദ്രനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇത് 3 സെക്ഷനായിട്ടാണ് ഇത് തിരിച്ചറിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ
ഇലക്ട്രിക്കൽ സെക്ഷൻ അനിയനാണ് ചെയ്യുന്നത്. പിന്നെ വളം വെട്ടുന്ന കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ അനിയൻ. എനിക്ക് അധ്വാനിച്ച് കായ വെട്ടി വണ്ടിയിൽ കയറ്റി വയ്ക്കാം, ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാം. അനിയൻ കയറ്റി കൊണ്ട് കൊടുത്തിട്ട് റിട്ടേൺ വരും. പിന്നെ കണക്കുകൾ മൊത്തം ഓരോരോ പോർഷനത്തെ കണക്കുകളും ഓരോരോ ഫയലായിട്ട് സൂക്ഷിക്കും. അത് താരതമ്യപ്പെട്ട് നമുക്കത് ലാഭം 100% ലാഭം. നമുക്ക് എന്തൊക്കെയാണ് കുറവുകൾ വന്നിരിക്കുന്നത് നമ്മൾ തന്നെ അടുത്ത കൊല്ലം അത് ചിന്തിച്ചിട്ടാണ് അടുത്ത പോർഷൻ നമ്മളത് ചെയ്തത്. ഇത്ര രൂപ ഇപ്പോൾ 1 ലക്ഷം രൂപ ഇറക്കിയാൽ നമുക്കൊരു 7 ലക്ഷം 6 ലക്ഷത്തിന് മുകളിൽ കണക്ക് നോക്കിയാൽ ഒരു കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഈ 1 ലക്ഷത്തിൽ എങ്ങനെ കമ്മിയാക്കാൻ പറ്റും? മനുഷ്യനല്ലേ തെറ്റ് പറ്റാതില്ല. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? അത് ശ്രദ്ധിച്ച് നമുക്ക് ഇന്നത് ചെയ്യും, നമുക്ക് അടുത്ത കൊല്ലം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പറഞ്ഞിട്ടാണ് അടുത്ത പോർഷൻ ഇറങ്ങുന്നത്. നമ്മൾ കൃഷി രീതികൾ ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയെ പോലെ തന്നെ ആധുനിക രീതികൾ, അതേപോലെ ഓരോരോ വളപ്രയോഗങ്ങളിൽ തന്നെ പലതരം മാറ്റങ്ങൾ, പിന്നെ എന്താ പറയുക, ഈ ഒട്ട് തൈകൾ അങ്ങനത്തെ എല്ലാം. അപ്പോൾ അതൊക്കെ വർഷം വർഷം മാറുമ്പോൾ എങ്ങനെ പഠിക്കുകയാണോ അതോ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ട്രെയിനിങ് കിട്ടുന്നുണ്ട്, കിട്ടില്ല ഒരിക്കലും പറയാൻ പറ്റില്ല. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എനിക്കത് പോയി ഇപ്പം മാവോ പ്ലാവോ ബഡ് ചെയ്ത് എനിക്കതിനുള്ള സമയമില്ല. ഇത്രയും സ്ഥലങ്ങൾ ഇപ്പോൾ പണിക്കാരുടെ ഈ കാലഘട്ടത്തിൽ കൂലിയെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അവരുടെ ഒപ്പം നിന്നാൽ മാത്രമാണ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യണം പറഞ്ഞാൽ അത് പണ്ട് ഒരു ഞാൻ ജനിക്കുന്ന മുമ്പത്തെ ചെയ്യ പറഞ്ഞ ഇപ്പോൾ പണിക്കാരുടെ ഒപ്പം നിൽക്കണം. ആകെ ഇതിൽ 2 പണിക്കാരേ ഉള്ളൂ. അവരൊപ്പം നിന്നിട്ട് ഒപ്പം നിൽക്കാതെ ഞാൻ നോക്കൂല. ഇത് പല പോർഷനിലും പിന്നെ പമ്പാടിയതിലും 4 പണിക്കാരതിലുണ്ട്. പണിക്കാർ ഞാൻ എപ്പോൾ എത്തും തന്നെ അവർക്ക് അധ്വാനത്തിന്റെ തഴമ്പ് കൈ പിടിക്കുമ്പോൾ ഷെയ്ക്കിന്റെ കൊടുത്തപ്പോൾ ഞാൻ അറിഞ്ഞു അത്രയും. ഞാൻ പറഞ്ഞില്ല 30 വർഷമായി ഇപ്പോൾ കൃഷി. 30 വർഷത്തിൽ അതാണ് ഞാൻ 7 ഏക്കറിന് ഇത്രമാത്രം സ്ഥലത്തിലേക്ക് പോകുന്നത്. എവിടെ ഞാനിതിങ്ങനെ നിൽക്കില്ല. നിൽക്കുന്നത് 9 മണി വന്നില്ല, ഞാനത് 9 ആകുമ്പോൾ ഞാൻ വിളിക്കും. ഈ 10 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി നോക്കിയിട്ട് ഞാൻ വിടും. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമ്മൾ എത്താൻ ലേശം വൈകിപ്പോയി, അപ്പോഴേക്കും വിളിച്ചു. കാരണം ഇവിടെ വേറെ ജോലികളുണ്ട്. അത് ഞാൻ 9 ഞാൻ വിളിച്ചല്ലോ. ഞാൻ 10 ഞാൻ രാജുവിനെ വിളിച്ചു. എത്തിയില്ലെങ്കിൽ ഞാൻ 9:30 വരെ നോക്കാം. അപ്പോൾ ഞാൻ എനിക്ക് അതിനുള്ള സമയമില്ല. പിന്നെ ആൾക്കാർ ചോദിക്കും എന്തിനാണ് അങ്ങനെ. എന്തായാലും അധിക സമയം പ്ലേസ് ഒന്ന് കാണാനാണ് കൂടുതൽ ആഗ്രഹം. ഇവിടെ അത്രയും മനോഹരാക്കിയിട്ടുണ്ട്. ആ വീടിന്റെ പടി കടന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. ഒരു കുഞ്ഞു വഴി കൂടെ കടന്നു വരണം. അപ്പൊ ഇങ്ങനെ ഒരു വീടുണ്ട് നമുക്ക് അറിയില്ല. പഞ്ചായത്ത് വഴിയാണല്ലോ, കുറെ കാലം അങ്ങനെ തന്നെയാണ് ഇത് കിടക്കണത്. ഇതിലുള്ള എല്ലാ മെഷീനറികളും നമ്മുടെ കയ്യിലാണോ അതോ സെപ്പറേറ്റ് നമ്മൾ ആൾക്കാരെ? എല്ലാം നമ്മുടെ കയ്യിലാണ്. എന്തിനിത് നമ്മുടെ കയ്യിൽ. നമ്മൾ ഓരോ കൊല്ലം ഇപ്പൊ തന്നെ 3ാമത്തെ ടില്ലറാണ് മേടിക്കുന്നത്. 3ാമത്തെ ടില്ലർ നമ്മൾ ആവശ്യം കഴിഞ്ഞ് നമുക്കത് പുതിയ ടെക്നോളജി എന്താ വെച്ചാൽ ആ മെഷീൻ മാറ്റും. പുതിയ മെഷീൻ എന്താ വെച്ചാൽ അത് നമ്മളിങ്ങനെ പഴയത് വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് പഴയത് നമ്മൾ ആവശ്യം നമ്മൾ തള്ളും. പിന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തു. അവാർഡുകളുടെ എണ്ണം പറയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു പറയേണ്ടി വരും വലിയൊരു ലിസ്റ്റ്. അപ്പോൾ 2008 മുതലാണ് നമുക്ക് മടി കൂടാതെ പണിയെടുക്കണം. പിന്നെ എന്താണ് പുതിയത് അതിലേക്ക് എല്ലാവർക്കും പണിയെടുക്കാൻ മടി. കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ യുവാക്കൾ ആരും ഇല്ല, ഒക്കെ എബോവ് 60 years കഴിഞ്ഞവരാണ്. പക്ഷെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? ഒരു ഏത് പ്രൊഫഷൻ എടുത്ത് പഠിച്ച ആൾക്കാരും കൃഷിയോട് ഇഷ്ടം കൂടിയിട്ട് വരുന്ന ഒരു ഉണ്ട്. അവര് എന്നെ പറയാൻ അവരൊന്ന് പിന്നിൽ കുറച്ച് നടക്കണം. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ചിലവർ തെന്നി, ചിലവർ ഇത് കുറേ എൻ്റെ 30 കൊല്ലത്തെ അധ്വാനത്തിലാണ് ഞാനിങ്ങനെ ഇന്ന് പണിയെടുത്തിട്ട് 1 കൊല്ലത്തിനുള്ളിൽ ആവണം പറഞ്ഞാൽ ആവില്ല. ചിലവർ ഒരു 2 കൊല്ലം പണിയെടുക്കും, പിന്നെ അതിലാവില്ല പറഞ്ഞാൽ പുറത്തൊക്കെ പോയ 800-900 കൂലിയാണ്. ഇത് പെട്ടെന്ന് ഒരു മാസമാകുമ്പോൾ 10-20,000 കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 മാസം അതിൻ്റെ പിന്നിൽ ഇവർക്ക് ജീവിക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ നിന്ന് തെന്നി തെറിച്ച് പോകും. അങ്ങനെയാണ്. പിന്നെ സപ്പോർട്ട് വേണം. പിന്നെ സപ്പോർട്ട് പിന്നിലുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു പാഷനും വേണം. അതിനൊപ്പം തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതിൽ വിജയിക്കാൻ പറ്റും. പിന്നെ കഠിന പ്രയത്നം, അത് എന്തായാലും തീർച്ചയായിട്ടും കഠിന പ്രയത്നം ഇല്ലാതെ മുമ്പോട്ട് പോയില്ല. എന്തായാലും നമുക്ക് സ്ഥലം കാണാം.
3200 വാഴകളുള്ള ഒരു വാഴത്തോപ്പ് ഓണത്തിന് റെഡി ആയിട്ട് വെട്ടാനായിട്ട് റെഡി ആയി നിൽക്കുന്ന വെട്ടാൻ തുടങ്ങി അല്ലേ? ഇതിലിപ്പോ നമ്മൾ ഇങ്ങനെ കവറിങ് കാണാനുണ്ട്. അത് എന്തുകൊണ്ടാണ് കവറിങ് കാണാൻ പറഞ്ഞാൽ ഈ തത്തശല്യം ഇവിടെ കൂടുതലാണ്. ഇതൊരു കവറിന് 8 രൂപയാണ് ചെലവ്. നമുക്ക് മേലത്തെ ഒരു കായ തത്ത കടിച്ചു പോയാൽ മിനിമം 200 ഗ്രാം ഉണ്ടാവും. ഇപ്പോഴത്തെ മാർക്കറ്റ് 62 രൂപയ്ക്ക് എന്ന് വെട്ടിയത് 12 രൂപ 13 രൂപ തന്നെ ഒരു കായ കടിച്ചു. അതിൻ്റെ മുകളിൽ നമുക്ക് ചെലവ്. ഇത് 8 രൂപയ്ക്ക് വാങ്ങിയിട്ടാൽ ടെൻഷനില്ല. നല്ല കായാണ് തത്തകൾ മേലത്തെ പടകളെ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഒരു കായ പോയാൽ നമുക്ക് എത്രമാത്രം നഷ്ടമാണ്. 8 രൂപ കയറ്റി വെച്ചാൽ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ പിശുക്കി പിടിച്ചിട്ട് ഇട്ട തത്ത കടിച്ചു പോകും അങ്ങനെ ചിന്തിച്ചിട്ട് ആരും ചെയ്യുന്നില്ല. ഇത് മൂത്ത് കഴിയുമ്പോഴാണോ ഈ കവറിങ്? അല്ല ഇത് കൊല ആയ ശേഷം ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ പടല് വിരിഞ്ഞ് പടല് വന്ന് പിന്നെ പടല് ഉള്ളിൽ പോവും. പിന്നെ പുറത്ത് വരാറാവുമ്പോഴാണ് ടോട്ടല് കവർ ഇടണം. കൊലച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇടാം. നമ്മൾ വരുന്ന സമയത്ത് വണ്ടിയിൽ അവിടെ ആക്കി വെട്ടി വെച്ചിട്ടുണ്ട് കുലകൾ. അത് ഓണത്തിനുള്ള മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കുലകളാണ്. ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതിപ്പോ ഞാൻ 2 മാസത്തിന് വേണ്ടല്ല അതിന്റെ മുകളിലായി വെട്ടാൻ തുടങ്ങി. അപ്പൊ ആ പോർഷൻ കഴിയുമ്പോഴേക്കും ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് പോലും തുടങ്ങി. ഇന്ന് വെട്ടി ഇനി വൈകുന്നേരം വെട്ടലുണ്ട്. ഇത് ഓണം വരയ്ക്കും ഈ തോട്ടത്തിൽ നിന്നാണ് പോണത്. ഓണത്തിന് തന്നെ ഇപ്പോൾ ഓർഡർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇല്ലെങ്കിൽ അപ്പം തന്നെ അഡ്വാൻസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം നമുക്ക് ഒരു 2 ആഴ്ചക്കുള്ളിലൊക്കെ ബുക്കിംഗ് എടുക്കും. എന്നിട്ട് അതിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 100 കൊലം വേണം പറഞ്ഞാൽ എല്ലാവരും വേണം. എല്ലാവരും വേണം. ഒരാൾ കണക്കാക്കുമ്പോൾ ഒരാൾ 150 കൊല പറഞ്ഞാൽ അങ്ങനെ മൊത്തം കണക്കാക്കി വരുമ്പോൾ ഇതിൽ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി എണ്ണും ഇത്ര ഓണത്തിന് കൊല വെട്ടാം. എന്നിട്ട് ആൾക്കാർക്ക് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. ഇതിലിപ്പോ ജൈവ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ കോഴിക്കാഷ്ടം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തെങ്ങിലേക്കുള്ളതാണ്. ഇതിലേക്ക് ഇതിപ്പോ ഇടാൻ പറ്റില്ലല്ലോ. ഇത് അടുത്ത പോർഷൻ ഇങ്ങനെ 2-3 ഫാമുകാർ എനിക്കുണ്ട്. അവർക്ക് ഇതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ തന്നു. ഒരു ചാക്ക് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും 90 രൂപ അടുത്ത് വരും. ഇവിടെ എത്തുമ്പോഴേക്കും തെങ്ങിനാണെങ്കിൽ ഒരു ചാക്ക് തെങ്ങിനാണ്, കവുങ്ങിനാണെങ്കിൽ 4 എണ്ണത്തിന് ഒരു ചാക്ക്. അത് തടം തുറക്കുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല. കവുങ്ങും തോപ്പാണെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 400 ചില്ലാൻ കവുങ്ങുണ്ട്. ഇതിൽ നമ്മൾ മൊത്തം ചാക്ക് തള്ളിയിട്ട് ടില്ലറോ ട്രാക്ടറോ വെച്ച് കൂട്ടും. എന്നിട്ട് അതിൽ എന്തൊക്കെ മുളയ്ക്കണം ഉണ്ടോ, ഉഴുന്നാണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും നിരത്തിയിട്ടു. എന്നിട്ട് ട്രാക്ടർ ഓടിക്കും. എന്നിട്ട് അതിൻ്റെ ഒപ്പം രാസവളം അവിടെ നിന്ന് വന്നു. അത് മൊത്തം വേനൽക്കാലം മൊത്തം തണുപ്പായിട്ട്. ഇതിന് മുന്നില് കവുങ്ങോട്ടാണ്. ഒരുപാട് കവുങ്ങളുണ്ട്. 5000-ത്തിനടുത്ത് കവുങ്ങളുള്ള ഒരു തോട്ടാണ് മുന്നിലുള്ളത്. ഇതിലിപ്പോ നമ്മളെ വാഴ വെച്ച് അതിനൊരു കൊലയായി അത് വിൽക്കുന്ന വരെ ഒരു കോസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. എത്ര ചെലവാണ് ഈ വാഴ പുതിയ നമ്മൾ സ്ഥലം എടുക്കുകയാണെങ്കിൽ ടില്ലറുണ്ടോ ട്രാക്ടറുണ്ടോ മൊത്തം പൂട്ടും. എന്നിട്ട് 2 to 2 രൂപ അതാണ് ഞാൻ സ്പേസിങ് കൊടുക്കുന്നത്. എന്നിട്ട് കുഴി കുത്തണമൊന്നും പരിപാടികളൊന്നുമില്ല. ലൈൻ കൃത്യമായിട്ട് അടിച്ചിട്ട് ഒരു ചെറിയ കക്കൂട്ടുകൊണ്ട് താഴ്ചയിൽ കുഴി കുത്തും. വലിയ കുഴിയൊന്നും കുത്തണില്ല. എന്നിട്ട് ആദ്യം ലാറ്ററൽ ഡ്രിപ്പിൻ്റെ ഇറിഗേഷൻ ആദ്യം ചെയ്യും. എന്നിട്ട് ട്രാക്ടറോട് പോയിട്ട് 2 സൈഡും മണ്ണ് കയറ്റി കൊടുക്കും. അതിനുള്ള വളങ്ങളുണ്ട്, ചുണ്ണാമ്പ്. അത് കുറേ പറയാണ്ട് നമുക്കൊരു വാഴയ്ക്ക് കോസ്റ്റ് വൈസ് വരുന്നത് 80 രൂപയാണ്. വെട്ടണ വരെ ചിലവ് 80 രൂപയാണ്. ഇന്നത്തെ മാർക്കറ്റാണെങ്കിൽ മിനിമം ആവറേജ് 15 കിലോ ആണ് ആവറേജ് കിട്ടണം. ആവറേജ് 15 കിലോ ആണെങ്കിൽ ഇപ്പോൾ 15, 6, 90, 900 രൂപ. എല്ലാ കൊല്ലയും 900 കിട്ടിയെന്ന് ഞാൻ പറയില്ല. ആവറേജ് ഞാൻ പറയും 900 രൂപ. ആ മാർക്കറ്റ് കർഷകൻ്റെ കയ്യിലല്ല. അപ്പോൾ നമുക്ക് ഈ 80 രൂപയുള്ളത് 90 രൂപ എത്രയാവട്ടെ 90 രൂപ 80 രൂപയാണെങ്കിലും ഈ 900 80 ഇങ്ങനെ കഴിക്കും. അത്രയാണ് എനിക്ക് പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നത്. അത് ആൾക്കാർക്ക് 80 രൂപ പറയുമ്പോൾ ചിലവർ പറയും ഇത്ര ഇതിനെക്കാട്ടിൽ 3 ഇരട്ടിയാണ്. എനിക്കിത് പണിക്കാർ പറഞ്ഞ സാധനം ഇല്ല. ഈ മെഷീനറിയാണ് മൊത്തം. എനിക്ക് പണിക്കാർ പറഞ്ഞത് കൊല കെട്ടാൻ മാത്രമാണ് പണിക്കാർ. ഈ കൈയടക്കം ഞാൻ മുറിക്കണം. ഈ കൈ മുറിക്കുമ്പോൾ ഈ ഇത്രയും വാഴ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു 50 വാഴ 100 വാഴ ആദ്യമൊക്കെ കൈ മുറിക്കും. ഒരു 5 മാസം 6 മാസമായി മഴ പെയ്യാൻ തുടങ്ങിയാൽ ഇതിന് കേടുവരും വാഴയിൽ. അപ്പോൾ അതിന് മാത്രമാണ് നമ്മൾ പെസ്റ്റിസൈഡ് അടിക്കുന്നത്. ഇത്രയും വാഴയ്ക്ക് അടിക്കില്ല. ആ കാണുന്നത് എന്താണ്, അവനെ തുടക്കത്തിൽ നമ്മൾ പിടിച്ചു നിർത്തും. അവനെ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വിടില്ല. അപ്പോൾ എവിടെയാണ് കാണുന്നത് അതിന് മാത്രം ട്രീറ്റ് ചെയ്ത് പിറ്റേ ദിവസം അത് ഒന്നുകൂടി ശ്രദ്ധിക്കും. ആ കേട് അവിടെ നിർത്തുന്നതാണ്. അല്ലെങ്കിൽ ഇത്രമാത്രം മരുന്നടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല. ആ കൈ എവിടെ നമുക്ക് ആ സമയത്ത് മരുന്ന് കുപ്പി എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിന് അവിടെ നിന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ സമ്മതിക്കില്ല. 80 രൂപ വരും. പിന്നെന്താ, എല്ലാം മെഷീനറി ട്രാക്ടറല്ലേ. പിന്നെ ഡ്രിപ്പിൻ്റെ വളങ്ങൾ മൊത്തം ആ യൂണിറ്റിൽ നിന്ന് വരും. പിന്നെ അങ്ങോട്ട് ചിന്തിക്കില്ല, കൊല കെട്ടാൻ മാത്രം വരും. പിന്നെ
ഒന്നരാട് കൂടുമ്പോൾ ഇത്രയും വാട ചോട്ടിലെത്തണം. വേനൽക്കാലമായിട്ട് ഒരു ഏറ്റവും കൂടുതൽ അപകടം വരുന്ന മഴ പെയ്താലാണ്. അതുവരെ നമുക്ക് എങ്ങനെ പോയാലും വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ല. മഴ പെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ഇവിടെ വരണം. ഏതെങ്കിലും കുത്തിയുണ്ടോ എന്ന് നോക്കാം. അവിടുന്ന് അങ്ങോട്ടാണ് ജൂൺ മുതൽക്കാണ് ഏറ്റവും അപകടം വരിക. ഓണക്കൊല അതിന് മുമ്പത്തെ ഇത്ര പ്രോബ്ലം പണ്ട് കണ്ട് വേനൽക്കാലം കാര്യമായിട്ട് ഇപ്പം ഏറ്റവും അപകടം തെങ്ങിലാണ്. കൊമ്പഞ്ചെല്ലി, ചെമ്പഞ്ചെല്ലി കണ്ടുപിടിക്കാൻ പറ്റണേയില്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം. അതുവരെ നമുക്ക് ചെറുതൊക്കെയാണ് കണ്ടുപിടിക്കാം. വലുത് കൊമ്പഞ്ചെല്ലിയൊക്കെ അടിയിൽ കുത്തി കയറി കഴിഞ്ഞ് വീഴുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഇപ്പം അതാണ് ഇപ്പം ഏറ്റവും അപകടം. പിന്നെ മൈൻഡ് അങ്ങനെ പിടിച്ചത് പന്നിയൊക്കെ നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഫെൻസിങ്ങൊക്കെ വെച്ച് 100% പറയാം. മണ്ണിൽ പണിയെടുക്കുന്നത് മാത്രമല്ല, അതിന് പിന്നെ വലിയൊരു കഴിവും കൂടി വേണമെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് സാറിന്റെ സഹോദരന്മാരെ. അതായത് ആധുനിക രീതിയിലുള്ള കൃഷി മാറ്റങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2 സഹോദരങ്ങളും കട്ടയ്ക്ക് കൂടെ ഉണ്ട് അല്ലേ? അവരെ നമുക്ക് ക്ഷണിക്കാം ഇങ്ങോട്ട്. ഓരോ വർഷം കൂടുന്തോറും കൃഷി രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനും അത് പ്രയോഗിക്കാനും വേണ്ടി ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. സാറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സഹോദരന്മാരാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സാറ് പറഞ്ഞു എല്ലാ യന്ത്രങ്ങളും എന്താ പറയുക ഇവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? അത് നമുക്ക് നമ്മുടെ പർപ്പസാണ്. ഇപ്പോൾ ഒരു വർഷം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സ്, അപ്പോൾ നമുക്കത് ഏതാണ് വേണ്ടത്. അപ്പോൾ അപ്ഡേറ്റ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറുക, അതേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഴയതൊക്കെ മാറിക്കഴിഞ്ഞു. പണ്ട് അധ്വാനിക്കാൻ പറ്റേണ്ട സമയമായിരുന്നു, ഇപ്പോൾ വയസ്സ് കൂടി വരികയാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാം. അത് യുവതലമുറയ്ക്ക് ഒരു വഴി കാട്ടില്ല, അതായത് ഇത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിൽ. അതെ 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 അതെ. പിന്നെ താല്പര്യമാണ് പ്രധാനം. നമുക്ക് പിന്നെ ഏണിങ്സ് ഇല്ലാണ്ട് താല്പര്യം വരില്ല. അത് രണ്ടാമത്തെ. ഏതാണ് തെറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. അതൊരു വിശ്വാസം വേണം. ശാരീരികപരമായി ഉണ്ട് വേണം. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നീക്കുന്നത് തന്നെയാണ്. പഴയ മോഡലൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ ആ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാ സംഭവങ്ങളും മാറി. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ മാറി ഇപ്പോൾ ഫോറിനൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ല. ഇപ്പം തമിഴ്നാട് നോക്കുമ്പോൾ കൂടി നമ്മൾ എത്രയോ പിന്നിലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അറിയില്ല. ഇവിടുത്തെ രീതികളൊന്ന് പറഞ്ഞു തരും ഞങ്ങൾക്ക്. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒന്ന് ഇറിഗേഷൻ ഫെർട്ടിഗേഷനാണ്. അത് കുറേ പറയാനുണ്ട്. ആ സിസ്റ്റമാണ്. അപ്പോൾ എല്ലാം വെള്ളം അതിനനുസരിച്ചുള്ള മണ്ണിന് വേണ്ട പോഷകങ്ങളെല്ലാം ഒരു പ്ലാന്റിനായിട്ട് വേരിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. 3 വർഷമായി ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 100% സക്സസ് ആണ്. പുറത്ത് തെളിയിച്ചതാണ്, എങ്കിലും നന്നായി പോകണം. പണ്ട് കാലങ്ങളിൽ മാനുവലായിട്ട് ഇറിഗേഷൻ ചെയ്യായിരുന്നു. ഇപ്പം ഇതിനെങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, നമ്മുടെ ഇലക്ട്രിക്കൽ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ലിസ്റ്റിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണ്ടതെന്നുള്ളത് ഈ ChatGPT അങ്ങനെയുള്ള ജെമിനി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരോട് ഇങ്ങനെ ചോദിച്ചു അതിന് പ്രോഗ്രാം മാറ്റി ആ പ്രോഗ്രാം മൈക്രോ കൺട്രോളറിലേക്ക് ഫ്ലാഷ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്തത്. ഇന്നത്തെ കാലങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ പോയി മാനുവലി ഓൺ ആക്കണം. ഇപ്പം എല്ലാ സിസ്റ്റം എങ്ങനെയൊക്കെ മോട്ടോർ പ്രവർത്തിക്കണം, എന്തൊക്കെ വേണം എന്നുള്ളത് അതിന് പ്രോഗ്രാമിലാക്കിയിട്ട് അതിനെ കൺട്രോളറിലേക്ക് ഫ്ലാഷ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ആ മൊബൈലിൽ നമുക്ക് ആക്സസ് കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് നമുക്കുണ്ട്. എത്ര നേരം ഓടുന്നു, ഇപ്പോൾ കറണ്ട് ഉണ്ടോ, ഓടുന്നുണ്ടോ, എത്ര വോൾട്ടേജിലാണ് പോകുന്നത്, എത്ര ആംപിയറിൽ പോകുന്നു, പവർ ഫോൾട്ട് വന്നുണ്ടോ, എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ മൊബൈലിൽ ഇരുന്ന് നമുക്ക് ലോകത്ത് എവിടെ നിന്നും ആക്സസ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ ഞാൻ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേറെ സുഹൃത്തും കൂടി, നമ്മളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഉണ്ട്. അവൻ്റെ കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മളൊരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇവർ അഗ്രികൾച്ചർ കൈകാര്യം ചെയ്യും. നമുക്ക് ഈ അഗ്രികൾച്ചറിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നൂതനാശയങ്ങളൊക്കെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ടാവും നമ്മുടെ വകയായിട്ട്. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഓടണം, നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കണം. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ മോട്ടോർ ഓടണം, ഏതൊക്കെ രീതിയിൽ മോട്ടോർ ഓടണ്ട, അതൊരു കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രിക്കലിൽ അറിയാൻ പറ്റും.
ഇവർക്ക് എങ്ങനെയാണ് അതിൻ്റെ പർപ്പസ് എങ്ങനെ ഉപയോഗത്തിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ആക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ ആ മോട്ടറിനെ ഉപയോഗപ്പെടുത്താം. പുതിയ മാറ്റങ്ങൾ വരുമ്പോഴേ അത് ഒരു പുതിയൊരു തലമുറയ്ക്കോ അല്ലെങ്കിൽ ഈ കൃഷി തീർച്ചയായിട്ടും ഇത് കൊണ്ടുവന്ന ഒരുപാട് കർഷകർക്ക് ഉപകാരപ്പെടും. എല്ലാ കർഷകരും ഒരുവിധ ആൾക്കാർ മാനുവലി ഇറിഗേഷനാണ്. കറണ്ട് പോകുന്നു, വേറെ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ അവിടെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും കറണ്ട് പോകുന്നു, വീണ്ടും ഇതേ അവസ്ഥ പർപ്പസ് ഒരു 4-5 പ്രാവശ്യം നമുക്ക് ഒരു ഇറിഗേഷൻ ക്ലോസ് ചെയ്ത് ഓപ്പൺ അങ്ങനെ നമുക്ക് ഇറിഗേഷൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ആ ഒരു ചെടിക്ക് വേണ്ട ആവശ്യം 100% അനുസരിച്ചിരിക്കും. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് നമ്മൾ ഏത് സോണിലാണോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണം, കറണ്ട് പോയിട്ടുള്ള സ്റ്റാറ്റസിലാണെങ്കിൽ കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോണിലേക്കുള്ള ഇറിഗേഷൻ പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മൊബൈലിലൂടെ മെസ്സേജ് ആയിട്ട് കിട്ടും. തീർച്ചയായിട്ടും കുറവാണ്. നമുക്കൊരു മൊബൈലിൽ നിന്ന് എവിടെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൃഷിക്ക് ഇറങ്ങുമ്പോഴേ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെയധികം പിന്നെ വേണ്ടതാണ്. ഫാമിലിയുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഫാമിലിയില് ഞങ്ങൾ 5 ആൾക്കാരാണ്. മൂത്തത് ചേച്ചി, പിന്നെ ഞാൻ, പിന്നെ ഇവൻ, പിന്നെ ഒരു അനിയത്തി, പിന്നെ 3ാമത്തെ ഹരികാരൻ, പിന്നെ അമ്മ, പിന്നെ ഭാര്യ, 2 കുട്ടികൾ. ഇതിൽ എൻ്റെ മാത്രം കഴിവില്ല, നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് വേറൊരു ജ്യോതിഷ് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവനും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു പ്രൊഡക്റ്റാക്കി ഇറക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ അതിന് സെർവറും കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് പരിശോധിച്ചിട്ട് നമുക്ക് ഇറക്കാനുള്ള പരിപാടിയാണ്. യൂണിറ്റ് എല്ലാ കർഷകർക്ക് എത്തിക്കുക, കുറഞ്ഞ പ്രൈസിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ എല്ലാ കർഷകർക്കും ഈ ഒരു സാധനം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇറിഗേഷൻ 100% എല്ലാ ചെടികൾക്കും കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റും.